ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് സ്പെയിൻ ട്രിപ്പ് വീഡിയോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കോസ്റ്റാ ബ്രാവയിലെ വിശേഷങ്ങളായിരുന്നു. ഇനി നമ്മൾ ബാർസലോണയ്ക്ക് പോവുകയാണ് ഇവിടെ. അപ്പോൾ ബാർസലോണയ്ക്ക് പോകാനുള്ള ബസ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് 11:35 അപ്പോൾ അതിന് മുമ്പായിട്ട് കുറേ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ബീച്ചിലൊക്കെ ഒന്നുകൂടെ വരാമെന്ന്. നമ്മളിപ്പോൾ ബീച്ചിലൊക്കെ പോയി ജസ്റ്റ് ഇറങ്ങി കാലൊക്കെ നനച്ച് കുറച്ച് നല്ല സ്ഥലമാണ്, നല്ല ബീച്ച്, നല്ലൊരു വൈബാണ്, നല്ല ഫുഡും എല്ലാം. അപ്പോൾ നമ്മളിപ്പം ബാർസലോണയ്ക്ക് പോകണം കേട്ടോ. ബാക്കി അടിച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി ബാർസലോണ എത്തി കേട്ടോ. അവിടുന്ന് 1 hour ട്രാവൽ ഉണ്ടായിരുന്നു ലോറൻഡമാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഹോട്ടലിലോട്ട് നടക്കുകയാണ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് എന്തെങ്കിലും ലഞ്ച് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൻ്റെ പാസ് എടുക്കാനായിട്ട് വന്ന് നമുക്ക് ബസ്സിലും ട്രെയിനിലും ഒക്കെ ട്രാവൽ ചെയ്യാനായിട്ടുള്ള പാസ് 2 ദിവസത്തേക്ക് ഒരുമിച്ച് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് 3 പേർ കൂടെ 72 hours പാസ്സായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 78.9 euros ആണ് ഇപ്പം 72 hours ടിക്കറ്റിനായത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ പാസ് വെച്ചിട്ട്. ബസ്സോ ട്രെയിനോ ഏത് വേണമെങ്കിലും പിന്നെയും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനുള്ള ടിക്കറ്റ് എടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. സെർക്കോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോയത് സാഗ്രദ ഫാമിലിയ ബെസിലിക്ക എന്ന് പറയുന്ന കാത്തീഡ്രലാണ്. അതൊരു ഭയങ്കര ഓൾഡായിട്ടുള്ളൊരു കാത്തീഡ്രലാണ് കേട്ടോ. 1882 കൺസ്ട്രക്ട് ചെയ്ത ഒരു കാത്തീഡ്രലാണ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഗോഡി എന്ന് പറയുന്ന ആർക്കിടെക്റ്റാണ് കേട്ടോ ഈ കാത്തീഡ്രൽ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലെമിംഗോ ഡാൻസാണ്. സ്പെയിനിലെ ഫെയറി ഡാൻസാണ് ഫ്ലെമിംഗോ എന്ന് പറയുന്നത്. ഫ്ലെമിംഗോ ഡാൻസിന് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫ്ലെമിംഗോ ഡാൻസ് കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. നൈറ്റ് 9 PM ആയിരുന്നു ഷോ. അപ്പോൾ ബാർസലോണ വിസിറ്റ് ചെയ്യുന്നവർ ഈ ഒരു ഫ്ലെമിംഗോ ഡാൻസ് കൂടെ കണ്ടോളൂ കേട്ടോ. ഇത് വർത്താണ്. ഇത് ഒരു ജൂയിഷ്, മൂറിഷ്, ഒരു ജിപ്സി ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ആർട്ട് ഫോമാണ്. ഇതിങ്ങനെ കാല് നിലത്ത് ടാപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സൗണ്ടും പിന്നെ ഗിറ്റാറിൻ്റെ ഒരു സൗണ്ടും അതിൻ്റെ ഒരു സോങ്ങും ഒക്കെ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാനായിട്ട് പോയി. 2 സീ ഫുഡ് പായലയും ഒരു കോട്ട് ഫിഷും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലാക്ക് റൈസ് പായലേക്കാൾ ഇഷ്ടം നോർമൽ പായല തന്നെയായിരുന്നു കേട്ടോ. നമ്മളൊരു ബ്ലാക്ക് റൈസ് പായലയും ട്രൈ ചെയ്തു. കഴിച്ചിട്ട് നമ്മളിനി റൂമിലേക്ക് പോയിട്ട് ബാക്കി സ്ഥലങ്ങൾ നമ്മൾ നാളെ കാണാം എന്ന് വിചാരിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം ബാർസലോണ. അപ്പോൾ നമ്മൾ ഇന്ന് അക്വേറിയവും ഒരു പാർക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പോകണം. നമ്മൾ സെർക്കോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു കേട്ടോ ഇന്നലെ സ്റ്റേ ചെയ്തത്. അത് നമ്മുടെ ബാർസലോണ സിറ്റിയുടെ അവിടെ നിന്ന് 20 minutes ട്രാവലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രെയിൻ പിടിച്ചിട്ട് വേണം ഇനി അങ്ങോട്ടേക്ക് പോകാൻ. ക്യാരർ വെർഡി എന്നാണ് കേട്ടോ ഈ സ്റ്റേഷൻ്റെ പേര്. ചെറിയൊരു സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളിനി ട്രെയിനിന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ബാർസലോണ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ബാർസലോണ ഫുട്ബോൾ ക്ലബ്ബ് ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബാർസലോണ FC ഷോപ്സൊക്കെ ആവശ്യം പോലെ ഉണ്ട്. അപ്പം നമ്മളിവിടുത്തെ ഒരു അക്വേറിയം കാണാൻ പോകണം. അത് ഇവിടുത്തെ പോർട്ടിന് അടുത്തായിട്ടാണ് അക്വേറിയം. അങ്ങനെ നമ്മൾ അക്വേറിയത്തിലെത്തി. പോർട്ട് വെൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ ഈ അക്വേറിയം നിൽക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് 1995 ഇവിടെ അഡൽട്ട്സിന് 27 euros 3 years വരെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ്.
ഈ അക്വേറിയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഡിജിറ്റൽ ഫ്ലോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിൽ ഇങ്ങനെ ഫിഷ് നീന്തുന്നതൊക്കെ ആയിട്ട് കാണിച്ചിട്ട്, അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഉള്ളിലായിട്ട് പിന്നെ ഷാർക്ക്, കുറേ പോയ്സണസ് ഫിഷസ്, ജെല്ലി ഫിഷ്, പെൻഗ്വിൻസ്, ഒക്ടോപ്പസ്, അങ്ങനെ കുറേ ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ 2 hours ഇതിനുള്ളിൽ തന്നെ എന്തായാലും സ്പെൻഡ് ചെയ്യണം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓഷ്യനേറിയാണ്. അതായത് 80 മീറ്റർ അണ്ടർ വാട്ടർ ടണലാണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഷാർക്ക്, റേസ്, ഈൽസ്, അങ്ങനെയുള്ള കുറേ ഫിഷസ് ഉണ്ട്. വലിയ വലിയ മീനുകളാണ് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ദൂരമുണ്ട്. ഫിഷിനെ ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ട് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പോവാണ്. അതേപോലെ പെൻഗ്വിൻസിന് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അക്വേറിയം ഒക്കെ കണ്ടിട്ട് ഇറങ്ങി. 2:30 ആവുന്നു. നല്ല വിശപ്പുണ്ട്. ഇവിടെ 300 മീറ്ററിന് അപ്പുറത്ത് ഒരു ബാർസലോണ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. പിന്നെ അക്വേറിയം നല്ലതായിരുന്നു, നല്ല വർത്തായിരുന്നു. ആമിക്ക് ഇഷ്ടമായി? ആമി ഇഷ്ടപ്പെട്ടോ? പെൻഗ്വിൻ ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു നല്ല പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കഴിച്ചിട്ട് കാണാൻ. നല്ല വിശപ്പുണ്ട്. ഇതാണ് ആ പറഞ്ഞ പോർട്ട് വെൽ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പോർട്ടാണ്. അപ്പം ഇതുവഴിയാണ് നമ്മളിനി തിരിച്ചങ്ങോട്ട് പോകുന്നത്. ഈ ബിൽഡിങ്ങാണ് കാസ ബട്ട്ലോ. ഇവിടുത്തെ ഒരു വലിയ ആർക്കിടെക്റ്റായിരുന്ന ഗൗഡി എന്ന് പറയുന്ന ഒരാൾ ഡിസൈൻ ചെയ്ത ഒരു ബിൽഡിങ്ങാണ്. ഇതേപോലെ തന്നെ കുറേ ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ ബാർസലോണയിൽ ഗൗഡി ഡിസൈൻ ചെയ്തത്. ഞാൻ മുമ്പേ കാണിച്ചിട്ടുള്ള സാഗ്രത ഫാമിലിയ എന്ന് പറഞ്ഞ കത്തീഡ്രലും ഗൗഡി ഡിസൈൻ ചെയ്തതാണ്. ഇനി ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകും. എന്നിട്ട് നാളെ ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ബാർസലോണ വിടും. ഞാൻ എന്തോലോട്ട് തിരിച്ചു പോകും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.